വിനോദ്, എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വിമാനം അവിടെ എത്തിച്ചേർന്നത്? എപ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? കിരൺ, ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പോകും. പറഞ്ഞതിലും അല്പം വൈകിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. 3:30 മണിയോടുകൂടി എത്തുമെന്നായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ സമയം വൈകി. ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ അദ്ദേഹം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും. അവിടെ ഇന്ന് എത്തിയ ശേഷം അമ്മൻ കോവിലിൽ ആദ്യം ദർശനം നടത്തും. കന്യാകുമാരി അമ്മൻ കോവിലിലാണ് ദർശനം നടത്തുക. തുടർന്നാണ് അദ്ദേഹം ധ്യാനനിരതനാകാൻ വേണ്ടി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. നാളെ പൂർണ്ണമായും അദ്ദേഹം അവിടെ ചിലവിടും. മറ്റന്നാൾ ഉച്ചയ്ക്ക് 3:30 കഴിഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് തിരികെ മടങ്ങുക. കന്യാകുമാരിയിലെത്തുന്ന അദ്ദേഹം ബോട്ടിലായിരിക്കും വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രിയും എത്തുന്നത്. ഇതിനിടയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഒരു വശത്തു നിന്ന് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു നാടകം കളിക്കുന്നുവെന്ന ആരോപണമാണ് പ്രധാനമായും മനു അഭിഷേക് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു ആരോപണമായി ഉന്നയിച്ചത്. ഇത് ഈ നിശബ്ദ സമയത്ത് അദ്ദേഹം മൗനവ്രതം അത് അനുഷ്ഠിക്കുന്നതിന് തർക്കമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്ന, മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ നടത്തുന്നത് രാഷ്ട്രീയമായ ഒരു പ്രചരണമാണ്. ഇതിനെതിരെ ഉള്ള നടപടി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. തമിഴ്നാട് കോൺഗ്രസിൽ അവർ കൃത്യമായി ഇതിനകം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നരേന്ദ്രമോദി അവിടെ ധ്യാനമിരിക്കുമെങ്കിൽ കന്യാകുമാരിയിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ധ്യാനമിരിക്കും എന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയിട്ടുള്ളത്. വലിയ ഒരു പ്രചരണം BJPയുടെ ഭാഗത്തുനിന്ന്, അതായത് നരേന്ദ്രമോദിയുടെ ജീവിതത്തിൻ്റെ ആകെത്തുക, അത് ആധ്യാത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അതിൻ്റെ ഒരു തിളക്കമുള്ള ഏടാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതും അവിടെ ധ്യാനമിരിക്കുന്നതും എന്ന ഒരു കാര്യമാണ് BJP വിശദീകരിക്കുന്നത്. എന്നാൽ ഇതിനെ രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്നുമുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തി. രാജ്യത്തിൻ്റെ പൊതു തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്നു, അല്ലെങ്കിൽ വിവാദം എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉദ്യമവുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിലെത്തി. അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ധ്യാനത്തിന് ശേഷം മടങ്ങുന്നതും തിരുവനന്തപുരം വഴി തന്നെ ഇതേ രീതിയിൽ തന്നെയല്ലേ മടങ്ങുന്നത്? ഇങ്ങനെ തന്നെയാണ് കിരൺ. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ, കന്യാകുമാരിയിലേക്ക് പോകുന്നതിന് കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ റോഡ് മാർഗം അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം പോകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ വിന്യാസമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സ്കീമുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടികളും ഈ റോഡ് മാർഗമുള്ള യാത്രയാണെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംഘമുണ്ട്, അഗ്നിശമന സേനയുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക ആ വാഹന വ്യൂഹത്തെ പിന്തുടരുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസുകളുണ്ട്, പോലീസിൻ്റെ സുരക്ഷാ വാഹനങ്ങൾ, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ, പക്ഷേ ആ നിലയ്ക്കല്ല അദ്ദേഹം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ആ പ്രത്യേക വിമാനത്തിൽ നിന്ന് ഹെലികോപ്റ്ററിനടുത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അദ്ദേഹം പ്രത്യേക ഒരു കാറിൽ അദ്ദേഹം ഹെലികോപ്റ്ററിനടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാർ മുഴുവൻ ആ കാറിനെ അകമ്പടി സേവിക്കുന്നു. വിമാനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം കാറിൽ, വിമാനത്താവളത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്ന കാറിൽ കയറി അദ്ദേഹം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഹെലികോപ്റ്ററിനടുത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അതായത് പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, ആകാശമാർഗം തന്നെയാകും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പറന്നുയരും. കിരൺ, ശരി. പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ചേർന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രി 45 മണിക്കൂർ ധ്യാനത്തിന് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത്. ആ ധ്യാനത്തിനായിട്ടാണ് എത്തിച്ചേർന്നത്. ജൂൺ 1-നാണ് ഇന്ത്യയിലെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ സമയത്ത് ഇന്ന് ധ്യാനത്തിലായിരിക്കും അദ്ദേഹം. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം
ധ്യാനത്തിലിരിക്കാൻ വേണ്ടിയാണ് ഇക്കുറി കന്യാകുമാരി തെരഞ്ഞെടുത്തത്. 2014-ലും 2019-ലും സമാനമായ രീതിയിൽ അദ്ദേഹം ഈ അവസാന ഘട്ടത്തിൽ ധ്യാനത്തിലേക്ക് നീങ്ങിയിരുന്നു. 2019 കേദാർനാഥിലും ഈ തരത്തിലേക്ക് അദ്ദേഹം ധ്യാനത്തിന് വേണ്ടി പോയിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പറന്നുയരും. വിനോദ, കനത്ത സുരക്ഷയിലായിരിക്കുമല്ലോ വിമാനത്താവള പരിസരങ്ങൾ. എങ്ങനെയാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളടക്കം ലഭ്യമാകാൻ, പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണോ ലഭ്യമാകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? കിരൺ, നമുക്ക് അകത്ത് പ്രവേശനമില്ല. ടെക്നിക്കൽ ഏരിയയിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് അനുവാദമില്ല. എല്ലാ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്ത് നിൽക്കുകയാണ്. ഏതായിരുന്നാലും വളരെ ചെറിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ നിന്ന് പറന്നുയരും. കന്യാകുമാരിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ അത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന്. അത് BJP വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആകെത്തുകയുണ്ട്. അദ്ദേഹം ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അതിൽ ഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തിക്കാട്ടുന്നതിന് നരേന്ദ്രമോദിയുടെ പങ്ക്, അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി തന്നെയാണ് ഈ സംഭവത്തെ, വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനനിരതനാകുന്നതിനെ BJP വിശദീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അവർ പറയുന്നത് ഇത് ഒരു ഗിമ്മിക്കാണ്, രാഷ്ട്രീയ നാടകമാണ്. ഏറ്റവും ഒടുവിൽ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നു, ധ്യാനമിരിക്കുന്നു. മാത്രവുമല്ല, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം ഒരു ചുവട് കൂടി മുന്നിലാണ്. അവർ പറയുന്നത് ഇങ്ങനെ ധ്യാനമിരുന്നാൽ തങ്ങളും കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും, അതിനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കുകയാണ്. അതായത് ഒരു മീഡിയ അറ്റൻഷൻ, രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നരേന്ദ്രമോദിയിലേക്ക് പോകുന്നു. തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് അതേ നാണയത്തിൽ എതിരിടുക, അതിനെ ചെറുക്കുക, രാഷ്ട്രീയമായി അതിനെ ചെറുക്കുക എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസും എത്തുന്നു, ഇന്ത്യ മുന്നണി എത്തുന്നു, AICC നേതൃത്വം എത്തുന്നു. ആ നിലയ്ക്കുള്ള ഒരു യാത്രയായി ഇത് മാറുന്നുണ്ട്. പ്രധാനമന്ത്രി വെറുതെ സന്ദർശിച്ച് മടങ്ങുകയല്ല, അദ്ദേഹം അവിടെ ധ്യാനനിരതൻ ആവുകയാണ്. ഏതാണ്ട് 45 മണിക്കൂറോളം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ചെലവിടും. ഇന്ന് വൈകിട്ടോടുകൂടി കന്യാകുമാരി അമ്മൻ കോവിലിൽ ആദ്യം ദർശനം നടത്തും. അതിനുശേഷം അദ്ദേഹം ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലേക്ക് സഞ്ചരിക്കും. അവിടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ട്. 41 കടലോര ഗ്രാമങ്ങളിൽ വലിയ വഴിതടച്ച സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കന്യാകുമാരിയുമായി ചേർന്ന 41 കടലോര ഗ്രാമങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ കേന്ദ്രസേനയുടെ, തമിഴ്നാട് പോലീസിൻ്റെയും ഒക്കെയും വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ റോഡ് മാർഗം പോകുമോ എന്ന ഒരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു, കാരണം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. അദ്ദേഹം പ്രത്യേക വിമാനത്തിലിറങ്ങി കാറിൽ, അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്ന കാറിൽ കയറി അദ്ദേഹം ഈ ഹെലികോപ്റ്ററിനടുത്തേക്കാണ് സഞ്ചരിച്ചു പോയത്. നമുക്ക് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഹെലികോപ്റ്റർ മൂവായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹെലികോപ്റ്റർ സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അത് പറന്നുയരും. കന്യാകുമാരിയിലേക്കുള്ള യാത്രയുമായി പ്രധാനമന്ത്രിയെ വഹിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്റർ കന്യാകുമാരിയിലേക്ക് പുറപ്പെടും. അദ്ദേഹം ഇന്ന് വൈകിട്ടോടുകൂടിയാണ് വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നത്. അതിനുശേഷം നാളെ മുഴുവൻ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ചെലവിടും. അത് മറ്റന്നാൾ 3:30 മണിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് തിരികെ പുറപ്പെടുക. ജൂൺ 1-ന് അവസാന പോളിംഗ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ രാജ്യം ഉറ്റുനോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ യാത്ര ഈ നിലയ്ക്കാണ്. അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൽപ്പിക്കപ്പെടുന്നു. ഏതായിരുന്നാലും പ്രധാനമന്ത്രി ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കിരൺ, അദ്ദേഹവുമായുള്ള ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അവിടെ